ഇതാണ് ഓപ്പോയുടെ A1 2018 ഇറങ്ങിയ ഓപ്പോയുടെ ഒരു മിഡ് റേഞ്ച് ഡിവൈസാണ്. ഏകദേശം 30,000 മുതൽ 20,000 രൂപയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. 4 GB റാമും 64 GB ഒരു പ്രോപ്പർ ഹാർഡ്വെയർ ആയിട്ട് വന്നൊരു ഡിവൈസാണ്. അപ്പോൾ ആ ഒരു ഡിവൈസ് ഇപ്പോൾ പറയുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ഓപ്പോ അതുപോലെ തന്നെ വിവോ ഈ രണ്ട് ബ്രാൻഡ്സുമാണ് അന്നത്തെ കാലത്ത് 2018 നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ ചെന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ചെന്നാൽ നമുക്ക് സെയിൽസ്മാൻമാരിൽ വെച്ച് നീട്ടുന്ന രണ്ട് ലിസ്റ്റുകളാണ് ഓപ്പോ വിവോ. അങ്ങനെ ഈ 2018 നിന്ന് 2025 ഇങ്ങനെ നിൽക്കുമ്പോൾ ഓപ്പോയും വിവോയുടെ ആ ഒരു മാർക്കറ്റ് വാല്യൂയും ബ്രാൻഡ് വാല്യൂയും നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. ചില ഓപ്പോയുടെയും വിവോയുടെയും ഡിവൈസുകൾ ബെസ്റ്റ് സെല്ലേഴ്സാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു ഇന്നോവേഷനും ജേണിയും എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാര കാര്യമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾ നോക്കിക്കഴിഞ്ഞാൽ വിവോയുടെ X200 സീരീസ്, ആ സീരീസിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ കിങ് എന്ന് വിളിക്കാൻ വേറൊരു ഫോണില്ല. ഇപ്പം ടോപ്പ് എൻഡ് ആയിട്ടുള്ള സാംസങ് S25 അൾട്ര ആയാലും ഐഫോണിൻ്റെ 16 Pro Max ആയാലും ഇതിനെയൊക്കെ കടത്തി വെട്ടുന്ന അല്ലെങ്കിൽ അടിച്ചിടുന്ന അത്രയും പെർഫോമൻസ് ആണ് ഈ ഒരു ഫോട്ടോഗ്രാഫിയിൽ വിവോ കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ ഓപ്പോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലാഷ് ഡിവൈസസ്, അത് ഫൈൻഡ് X8 സീരീസ് ആണ്. അതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ളത് ഫൈൻഡ് X8 അൾട്രയാണ്. അത് നമ്മുടെ ഇവിടെ ഇന്ത്യയിലില്ല, പക്ഷേ ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഡിവൈസ് ടോപ്പ് ആൻഡ് സ്പെക്ക്, ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ഡിവൈസ് എടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പോയും വിവോയും ഇപ്പം ബെസ്റ്റ് സെല്ലർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓപ്പോ ഇറക്കുന്ന എല്ലാ ഡിവൈസുകളും ബെസ്റ്റ് ആണോ അല്ലെങ്കിൽ വിവോ ഇറക്കുന്ന എല്ലാ ഡിവൈസുകളും ബെസ്റ്റ് ആയിരിക്കുമോ എന്നുള്ളൊരു അനാലിസിസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളും പിന്നെ അവരുടെ ആ ഒരു മിഡ് റേഞ്ചും ഹൈ എൻഡ് ആയിട്ടുള്ള ഡിവൈസുകളും കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ബഡ്ജറ്റ് സീരീസ് കാശിന് കൂടില്ല. അത് ആ 2018 അതുപോലെ തന്നെ ഇപ്പോൾ 2025 സെയിം അവസ്ഥ തന്നെ. ഓപ്പോയുടെ ഒരു K30 എന്ന് പറഞ്ഞ ഫോൺ ഇറങ്ങിയിരുന്നു. ആ ഒരു ഫോൺ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു ഇടയ്ക്കാണ്, 2025 കഴിഞ്ഞ 2024 അതുപോലെ തന്നെ 2023 ആ ഒരു ലെവലിൽ ഓഫ് ഡിവൈസുകളൊന്നും ആ ഒരു ബഡ്ജറ്റ് സീരീസിൽ ഈ രണ്ട് കമ്പനീസിലും കൊടുത്തിട്ടില്ല. വിവോയുടെ T1X എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഒരു ബഡ്ജറ്റ് ഡിവൈസാണ്. അതിനകത്ത് ഏകദേശം അത്യാവശ്യം ഒരു എൻട്രി ലെവൽ ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പോയും വിവോയും ഇത്രയും അടിപൊളിയാണെന്നും അതുപോലെ ഇത്രയും ബെസ്റ്റ് സെല്ലേഴ്സും ആയതുകൊണ്ട് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ഇവരുടെ ചെന്ന് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല. അത് പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും. പിന്നെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൻ്റെ ഈ ഒരു മാർക്കറ്റിൽ വിവോയ്ക്കാണ് ഓപ്പോനേക്കാളും മാർക്കറ്റ് ഷെയർ കൂടുതൽ. 22% വിവോയ്ക്ക്. ആ സമയത്ത് ഓപ്പോയുടെ ഹോൾഡ് വരുന്നത് ഒരു 10 മുതൽ 12%. അതിന് വേറെ ഒന്നുമില്ല, ഓപ്പോയുടെ ബഡ്ജറ്റ് സീരീസ് വന്നുടായ്പാണ്. അതായത് 2-3 ഡിവൈസുകളോ നമുക്ക് ഏറ്റവും കൂടി നല്ല രീതിയിൽ റിസർച്ച് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഡിവൈസ് നിങ്ങൾക്ക് ഓപ്പോയിൽ നിന്ന് കിട്ടും. ആ സമയത്ത് വിവോയിലല്ല. വിവോയിൽ വരുമ്പോൾ ചില ഡിവൈസുകൾ നല്ല പ്രൊസസ്സർ വരും, പക്ഷേ ബാറ്ററി അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഡൗൺഗ്രേഡ് വരും. ചിലതിൽ AMOLED ഡിസ്പ്ലേ വരും, പക്ഷേ അതിൽ പ്രോസസ്സിങ് പവറും അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സറിൻ്റെ കപ്പാസിറ്റിയൊക്കെ നല്ല രീതിയിൽ കുറവായിരിക്കും, റാം കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ഒരു സീരീസിൽ അല്ലെങ്കിൽ വിവോയുടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പം പെർഫോമൻസ് ആണ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിവൈസ് എവിടെയെങ്കിലും ഉണ്ടാവും, ഏതെങ്കിലും ഒരു സീരീസിൽ. ഇനിയിപ്പോൾ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡിവൈസിലും നിങ്ങളിപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എടുത്താലും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലെവൽ എടുത്താലും ബ്ലോവേർഡ്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഡിവൈസിൽ എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളൊരു ഡിവൈസ് എടുക്കുകയെന്ന് വിചാരിക്കുക, ഓപ്പോയുടെയും വിവോയുടെയും. ഇപ്പം ഓപ്പോയുടെ ഭാഗത്തു നിന്ന് ഒരു മിഡ് റേഞ്ച് ആണ് എടുക്കുന്നെങ്കിൽ, അതായത് റെനോ സീരീസും F സീരീസൊക്കെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ്വെയർ എന്തായാലും കിട്ടും. അതായത് നല്ല ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രോസസ്സറൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. പക്ഷേ ഇവരുടെ ആ ഒരു ഒപ്റ്റിമൈസേഷൻ, അതായത് ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊന്നും അത്ര രസമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് തേർഡ് പാർട്ടി ആപ്സ്, ഇതിപ്പോൾ ക്യാമറയ്ക്കാണെങ്കിൽ വീഡിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് മാജിക് ക്യാമറ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു ഹാർഡ്വെയറിൻ്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ നിങ്ങൾക്ക് വീഡിയോ ഔട്ട് എടുക്കാൻ പറ്റും. ഈ സെയിം സെറ്റപ്പ് തന്നെയാണ് വിവോയുടെ കാര്യത്തിൽ വരുമ്പോൾ. വിവോയുടെ കാര്യത്തിൽ അത് വരുന്നത് V സീരീസിലും അതുപോലെ തന്നെ T സീരീസിലുമാണ്. ഇനിയിപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു രണ്ട് ഡിവൈസിൽ ഏത് ഡിവൈസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ColorOS ആണ് ഫൺ ടച്ച് OSനേക്കാളും ഫണ്ണായിട്ടുള്ളത്. ഓക്കെ, ColorOSനകത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് OxygenOS ആയിട്ട് മെർജ് ആയപ്പോൾ OxygenOSൻ്റേതായിട്ടുള്ള ഒപ്റ്റിമൈസേഷനൊക്കെ ColorOSൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ OxygenOSൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ല ColorOSൽ വന്നിട്ടുള്ളത്. പക്ഷേ ColorOS ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ColorOSൽ നല്ല രീതിയിലുള്ള ഒപ്റ്റിമൈസേഷനാണ്. നിങ്ങൾക്ക് ആപ്സൊക്കെ ചാടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ AI ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് നോച്ച് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന Reno 14 സീരീസിൽ AI ഇൻറ്റഗ്രേഷൻ അത്യാവശ്യം ടോപ്പായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ AI ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ ആ ഒരു UI
സ്ട്രോങ് ആയിട്ടുള്ളതും കളർ വോയ്സിലാണ്. അപ്പോൾ ഓപ്പോയുടെ ബഡ്ജറ്റ് സീരീസിൽ ഈ ലേറ്റസ്റ്റ് കളർ വോയ്സ് ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടില്ല. കാരണം കളർ വോയ്സ് അത്യാവശ്യം ഹെവിയാണ്. ഇപ്പോൾ ഈ കുറേ ആനിമേഷൻസും കുറേ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ഒക്കെ കുറച്ചും കൂടിയും സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് അവർ പറയുന്നെങ്കിലും ഈ ഒരു ബഡ്ജറ്റ് സീരീസിലേക്ക് വരുമ്പോൾ ഈ 4 GB റാമിലും 6 GB റാമിലും വരുന്ന ഡിവൈസിൽ കളർ വോയ്സ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കളർ വോയ്സ് എക്സ്പീരിയൻസ് ബഡ്ജറ്റ് സീരീസിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ബഡ്ജറ്റ് സീരീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം K13 അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായിട്ടാണ് എല്ലാവരും പറയുന്നത്. നല്ലൊരു റിവ്യൂസാണ് അതിൽ വരുന്നത്. അപ്പം അത് അത്യാവശ്യം സ്ട്രോങ് ആണ്. അപ്പോൾ അതുപോലത്തെ ഡിവൈസ് ഇനി ഭാവിയിൽ വരുവാണെങ്കിൽ ബഡ്ജറ്റ് സീരീസിൽ നിങ്ങൾക്ക് ഓപ്പോ എടുക്കുന്നതും കണ്ണുപൂട്ടി എടുക്കാം. ആ സമയത്ത് ഫൺ ടച്ച് ഓയ്സിലേക്ക് വരുമ്പോൾ ഫൺ ടച്ച് ഓയ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ആയിട്ട് ഇറക്കുന്ന ഒരു വിവോയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വിവോയുടെ കസ്റ്റം സ്കിന്നാണ്. കാരണം വിവോയുടെ ഗ്ലോബൽ അല്ലെങ്കിൽ ചൈനയിലൊക്കെ ഇറങ്ങുന്ന അവരുടെ ഡിവൈസിൽ അത് റൺ ചെയ്യുന്നത് ഒറിജിൻ OS എന്ന് പറഞ്ഞിട്ടുള്ള OS ആണ്. ആ ഒരു OS എന്ന് പറയുന്നത് ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി OS ആണ്. അതായത് ഓപ്പോയും അതുപോലെ തന്നെ അങ്ങനെ വേറെ UI-ലൊക്കെ ഇല്ലാത്ത കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഒറിജിൻ OS-ലുണ്ട്. ഐഫോൺസിനൊന്നും കോപ്പി അടിക്കാതെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറേ സാധനങ്ങൾ ആ ഒരു ഒറിജിൻ OS-ലുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റൂമർ പ്രകാരം ഒറിജിൻ OS ഇന്ത്യയിലേക്ക് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒറിജിൻ OS-ലെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ ഫൺ ടച്ച് OS-ൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒറിജിൻ OS എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫൺ ടച്ച് OS-ൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞു വരുന്നത് ഓപ്പോയും വിവോയും ഇപ്പം ഓൾറെഡി ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഓപ്പോ മടുപ്പാണ് വിവോ മടുപ്പാണെന്ന് പറഞ്ഞാലും ശരിക്കും രണ്ട് കമ്പനീസും നല്ല രീതിയിലുള്ള ഇൻറ്റഗ്രേഷൻ ഹാർഡ്വെയർ ആയിക്കോട്ടെ അവരുടെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ടും ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് വരുമ്പോൾ ടോപ്പ് ആൻഡ് ഡിവൈസിൻ്റെ ഒക്കെ അതിനും മേളിൽ നിൽക്കുന്ന പെർഫോമൻസുകളാണ് ഈ രണ്ട് ബ്രാൻഡ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്ലാഗ്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഈ രണ്ട് കമ്പനിയും പിടിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് ഇവിടെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലേക്കാണ്. നല്ല ഡിവൈസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിവോയും ഓപ്പോയും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സീരീസ് ഇപ്പോൾ ഓപ്പോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പോയുടെ റെനോ സീരീസ് നിങ്ങൾക്കൊരു മിഡ് റേഞ്ച് ഹൈ എൻഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തരുകയും ചെയ്യും. ഒരു ഫ്ലാഷ് ലെവൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. വിവോയുടെ V സീരീസും അതുപോലെ വിവോയുടെ T സീരീസിലെ T4 Ultra എന്ന് പറഞ്ഞാൽ T1 T4 Ultra എന്ന് പറയുന്ന ഡിവൈസൊക്കെ അത്യാവശ്യം ടോപ്പ് ആൻഡ് സ്പെക്കുമാണ്, നല്ലൊരു പാക്കേജുമാണത്. അതൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ഈ രണ്ട് ബ്രാൻഡ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് തരും.